അങ്ങനെ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസം ഇപ്പോൾ ഞങ്ങളുള്ളത് ഇൻവെർണസിനുള്ള കണ്ണൻ്റെ വീട്ടിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടുന്ന് തന്നെ ഞങ്ങൾ തട്ടി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടൊമാറ്റിൻ എന്ന് പറയുന്ന വിസ്കിയുടെ ഡിസ്റ്റിലറി കാണാൻ പോവാണ്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ നേരത്തെ പ്രീ ബുക്കൊക്കെ ചെയ്യണം. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പുറപ്പെട്ട് നേരെ ടൊമാറ്റിൻ ഡിസ്റ്റിലറിയിലേക്ക് പോവാണ്. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ സീനറികളൊക്കെ കണ്ടു. അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇതൊക്കെയാണ് സ്കോട്ട്ലൻഡിൻ്റെ മനോഹരിത എന്ന് പറയുന്നത്. പ്രകൃതി, അതും ഹരിതാപവും പച്ചപ്പും, അതാണ് സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. അപ്പം ടൊമാറ്റിൻ ഡിസ്റ്റിലറിയുടെ തൊട്ടടുത്തുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ടൊമാറ്റിൻ ഡിസ്റ്റിലറി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് സ്കോട്ട്ലൻഡിൽ വന്നപ്പോഴും പല ഡിസ്റ്റിലറീസിലും കയറിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും 18 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർക്ക് എൻട്രി ഇല്ല. അപ്പം നമ്മൾ പിള്ളേരെ ആയിട്ട് ഏതെങ്കിലും ഒരു അഡൽട്ട് വണ്ടി ഇരിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഏകദേശം ഒരു ഡിസ്റ്റിലറി ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറോളം ഏകദേശം മിനിമം എടുക്കും. 2 to 3 മണിക്കൂർ വരെ എടുക്കും. അത്രയും നേരം നമ്മുടെ കൂടെ വന്ന ഒരു അഡൽട്ടും ബാക്കി പിള്ളേരൊക്കെ വണ്ടിക്കാതിരിക്കണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ടൊമാറ്റിൻ എന്ന് പറയുന്ന വിസ്കിയുടെ ഡിസ്റ്റിലറി കയറി കഴിഞ്ഞാൽ അവിടെ പിള്ളേരെ എൻട്രി ചെയ്യിക്കും. അത് പ്രായപരിധിയൊന്നുമില്ല, അഡൽട്ട് കൂടെ ഉണ്ടെങ്കിൽ ഏത് കുഞ്ഞു പിള്ളേരെയും അവർ എൻട്രി ചെയ്യിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇടം വലം നോക്കിയില്ല. ഈ തവണ ഇനി ആരും വണ്ടിയിരുന്ന് പോസ്റ്റ് അടിക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾ നേരെ ടൊമാറ്റിൻ ഡിസ്റ്റിലറിയിലാണ് ബുക്ക് ചെയ്തത്. പിന്നെ ബുക്കിംഗ് ഒക്കെ 2 ആഴ്ച മുമ്പേ ചെയ്തായിരുന്നു. കാരണം UK സമ്മർ ആയി കഴിയുമ്പം ഒരുപാട് ആളുകൾ പോകുന്ന സ്ഥലമാണ് സ്കോട്ട്ലൻഡ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഡിസ്റ്റിലറി വിസിറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ടൊമാറ്റിൻ ഡിസ്റ്റിലറിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പം ഡിസ്റ്റിലറിയുടെ സൈഡിലായിട്ട് നമുക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ വണ്ടിയൊക്കെ ഇട്ട് നേരെ നമ്മൾ ഡിസ്റ്റിലറിയിലോട്ട് നടന്നു പോവാണ്. പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞങ്ങളും നല്ല ഹാപ്പിയാണ്. മനസ്സും നിറഞ്ഞു, അതോടൊപ്പം തന്നെ വയറും നിറഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ കണ്ണൻ്റെ വീട്ടിൽ നിന്നായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്. പാവം അവർ വെളുപ്പിന് വേറ്റ് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ച് ഞങ്ങളത് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ടൊമാറ്റിൻ്റെ ഡിസ്റ്റിലറിയിൽ അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന അപ്പോയിൻമെൻറ്റിന് എങ്ങനെ കളിച്ചാലും 10 മിനിറ്റ് മുമ്പെങ്കിലും വരണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെ തന്നെ ഇങ്ങോട്ടെത്തി. സാധാരണ എങ്ങും നേരത്തെ പോകുന്ന സ്വഭാവം ഇല്ലാത്തതാണ്. പക്ഷേ ഇവിടെ എങ്ങാനും അപ്പോയിൻമെൻറ്റിന് വന്നില്ലെങ്കിൽ നമുക്കിത് മിസ്സായെങ്കിലോ എന്നോർത്തുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ഗൈഡാണ് കൂടെയുള്ള ആശാൻ. അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ ആശാൻ പറയും. എന്തായാലും ഗൈഡ് മച്ചാൻ അടിപൊളിയായിരുന്നു. കിടിലൻ എക്സ്പ്ലനേഷനും അതുപോലെ കുറേ തമാശയൊക്കെ പറയുന്നൊരു മച്ചാനായിരുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10 പേരോളമുള്ള ഗ്രൂപ്പായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആ ഗ്രൂപ്പിലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അവരവിടുന്ന് വണ്ടിയൊക്കെ ഓടിച്ചാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പം ഡിസ്റ്റിലറിയുടെ അകത്ത് എല്ലാ ഭാഗവും നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അവർ കുറേ സ്ഥലത്തൊക്കെ നമ്മളെ വീഡിയോ എടുപ്പിക്കാമെന്ന് പറഞ്ഞു. അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ച ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. And then we would add hot boiling water. 3 phases of it in fact. The level goes up to the edge of the bar all the way along. Now here comes the grist, and then we're going to add hot boiling water. Can I get the ball back, please? Hey! Happy days! You'll go far. Please come, this is you don't bang your head. This is a sugar root. The liquid, the water comes in, they clag up a pipe, and then opens this up, and it goes into these stainless steel wash pads. We use stainless steel because they last longer, and guess what? They're easier to clean. Happy days. Do you want to clean them? I'm joking. Now, we added 170 litres of liquid distilling yeast. We ferment for over 127 days. Turn it to 1E, right? They only ferment between 6 and 8 hours. We need to make sure that we use, ladies and gents, within the still house. If you look up, you'll see at one point we had 23 copper stills running all the way along. We've got new piece of wood to cover up the old gaps. We now only have 12 copper stills. We've got the wash, 4.5 litres at 20%. We're into the charging tank and going up into the copper wash stills. Now, copper is a wonderful metal. It's a good noise. That's another bonus one for you. It's a good metal, good conductor of heat,
and it's very malleable. We have a wee what's called here in our copper store. It acts almost to the spirit in the vein. So he maintains all the barrels. Then over here is where they roll out the barrels and they disgorge them. All the whiskey comes out and goes into a tanker, through the pipe into a waiting tanker. It's taken down to Edinburgh to be filled into bottles. That building has a name, the Fish. Now in Scotland, whiskey is called whiskey for these 3 years and 1 day. And it has to be done in an oak barrel by law, and when you buy a bottle of whiskey, it has to be 40% and above. He's looking for the angels, it's okay. Now, imagine the spirit is sitting in the barrel, it's in the Highland dance. It goes into the wood, takes on that lovely golden colour, and it takes on the flavours that was once held in the barrel. We use ex-bourbon American barrels like Maker's Mark, Jim Beam and Jack Daniels. But we also use old barrels from Europe as well. Various types of wine, sherry and port. Now, this barrel here to my left is the oldest barrel that we have here at Tomatin. It was only filled a few years ago, back in 1967. Today the level is about here, standing about here, the visitor centre, railway line going past the old fish factory just here. Now we're going to be doing the fun bit, but perhaps looking at the barrels of all the years, you might be able to spot the year that someone was born maybe and have a picture taken next to it. It was a very good year, very mature year. അങ്ങനെ 2 മണിക്കൂർ നീണ്ട ഡിസ്റ്റിലറിയുടെ ടൂറെല്ലാം കഴിഞ്ഞ് ഫൈനലി നമ്മൾ അകത്ത് ചെന്നു. അവിടെ നമുക്ക് വിസ്കി ടേസ്റ്റിങ്ങിൻ്റെ സെക്ഷനാണിത്. 3 ടൈപ്പ് വിസ്കിയാണ് അവർ നമുക്ക് തരുന്നത്. ആ 3 വിസ്കിയും പല ഏജിലെയാണ്. 6 വർഷം, 8 വർഷം, 12ഉം അതിന് എബോവും. ഇതൊക്കെ അവിടെ നിന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെ തരുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ അവിടെ നിന്ന് കള്ള് കുടിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അവർ തന്നെ നമുക്ക് സാമ്പിൾ ബോട്ടിൽ തരും. നമുക്ക് തന്നിരിക്കുന്ന ടേസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന വിസ്കി അതിലെടുത്തുകൊണ്ട് വീട്ടിൽ പോയി കുടിക്കണം. പിന്നെ അവരുടെ തന്നെ ഷോപ്പ് അവിടെയുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട വിസ്കി നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അപ്പം കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തു. അപ്പം ഓൺ ദ വേയിൽ ഞാൻ ടേക്ക് അവേ നിന്ന് കുറച്ച് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ ഒരു ഒഴിഞ്ഞ കാർ പാർക്ക് കണ്ടപ്പം അവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടി ഇരുന്ന് കഴിച്ചു. കാരണം പിള്ളേരൊക്കെ കഴിക്കാൻ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ കടയിലൊന്നും കയറിയില്ല. സമാധാനമായിട്ട് അവിടെ ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് പതുക്കെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തത് NC500 വഴിയാണ്. സംഭവം NC500 കംപ്ലീറ്റ് കറങ്ങി വരാനൊന്നും അല്ല കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ കൊല്ലം കറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി ഇതിന് മുന്നേ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ മോട്ടർ ഹോമിൻ്റെ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട്. സംഭവം ഞങ്ങൾ നേരെ ജോൺ ഓഗ്രോസ് വരെ ഒന്ന് പോയിട്ട് നേരെ തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് UK ആ ഒരു എൻഡ് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൻ്റെ അറ്റം, അതുപോലെ തന്നെ ആ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ടൊമാറ്റിൻ്റെ ഡിസ്റ്റിലറിയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ മേളിൽ നിയർലി 3 മണിക്കൂറോളം ഞങ്ങൾക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഭാര്യ ഇരുന്ന് പാവിരുന്ന് മൊത്തം അവിടം വരെ ഓടിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ജോൺ ഓഗ്രോസിലെത്തി. സംഭവം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് 7 മണിയോളമായി. പക്ഷേ ഇപ്പം സമ്മർ ആയതുകൊണ്ടും സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായതുകൊണ്ടും ഇവിടെ നല്ല വെയിലായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ജോൺ ഓഗ്രോസിൻ്റെ ഫ്രണ്ടിലെ കാർ പാർക്കിൽ വണ്ടിയൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്തു നേരെ അവിടുത്തെ സൈൻ ബോർഡിനടുത്തേക്ക് നീങ്ങി. സംഭവം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ സൈൻ ബോർഡിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി വന്നതാണ്. ലാൻഡ് സെൻറ്റിലും ഇതേപോലെ തന്നെ ഒരു സൈൻ ബോർഡുണ്ട്. എന്തായാലും ഇവിടം വരെ വന്നിട്ട് UK അറ്റം അല്ലെങ്കിൽ മുനമ്പ് കണ്ടില്ലെന്ന് പറയരുതല്ലോ. അങ്ങനെ ഞങ്ങളുടെ UK ആ ഒരു അറ്റത്ത് വന്നു. അപ്പം ഈ സൈഡിൽ നിന്ന് പറയുമ്പോൾ UK അറ്റെന്നും ആ സൈഡിൽ നിന്ന് പറയുമ്പം UK സ്റ്റാർട്ടിംഗ് എന്നും വേണേൽ പറയാം. അപ്പം ഇവിടെ തന്നെ നമുക്കൊരു കോഫി ഷോപ്പുണ്ട്, കോഫി ഷോപ്പ് ആൻഡ് പബ്ബ്. അപ്പം UK ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പബ്ബ് അല്ലെങ്കിൽ കോഫി ഷോപ്പ് എന്നാണ് അവർ പറയുന്നത്. അപ്പം നേരെ ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് ഒരു കാപ്പിയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പബ്ബിൽ കയറി.
പമ്പിൽ കയറി അവിടുന്ന് ഓരോ കാപ്പിയും കുടിച്ചു. അപ്പം ജോണോ ഗ്രോത്ത്സ് എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിൻ്റെ പേരെഴുതിയ കപ്പുകളിലാണ് അവർ നമുക്ക് കാപ്പിയൊക്കെ സെർവ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഇവിടെ കയറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളും കറങ്ങി ഒരു ടേബിളൊക്കെ ഒപ്പിച്ചു. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി തിരിച്ച് 2.5 മണിക്കൂർ ഞങ്ങൾക്ക് വണ്ടി ഓടിച്ച് കണ്ണൻ്റെ വീട്ടിലോട്ട് പോകണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.